ബിജെപി നേതാവ് എം ടി രമേശ് കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. സൈന്യത്തിന്റെ സേവനം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സൈന്യം ചെലവ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ് രാജ്യത്തിലെ നിയമം. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു കേന്ദ്ര നിയമമാണ്. വ്യോമസേനയും നാവികസേനയും കരസേനയും ഇത് സംബന്ധിച്ച് അവർക്ക് വരുന്ന ചെലവുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് അവർ കത്തയക്കുക. കരസേന കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുള്ള അവരുടെ ചെലവിൻ്റെ പട്ടികയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തത്. അതാണ് പ്രൊസീജിയർ. അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും ഉത്തർപ്രദേശായാലും മഹാരാഷ്ട്രയായാലും ഒരേ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അനുസരിച്ച് നിലവിലുള്ള നിയമമനുസരിച്ചാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ പണം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലല്ല കൊടുക്കേണ്ടത്. ഈ കേന്ദ്ര സേനകളുടെ രക്ഷാപ്രവർത്തനത്തിന് ചെലവായിട്ടുള്ള പണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് വിഹിതമെന്ന് പറയുന്നത് 80% ആ 80% സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ദുരിതാശ്വാസ ഫണ്ടിൻ്റെ 80% കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പണത്തിൽ നിന്നാണ് ഈ ചെലവുകൾ വഹിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കണം. ഇത് പുതിയ സംഭവമല്ല. കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. 2013-ലും 2012-ലും ഇതേ സമാനമായ സാഹചര്യമുണ്ടായപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ പണം കൊടുത്തി. അന്ന് ഈ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓഖി ദുരന്തമുണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ കേന്ദ്ര സേനകളുടെ സഹായമുണ്ടായിരുന്നു. ആ പണം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അന്നും വിവാദമുണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും മാത്രം എന്തിനാണ് വിവാദം? ഈ വിവാദം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരും വലിയ തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പറയണം എന്ത് ക്രൂരതയാണ് മലയാളികളോട് കേന്ദ്ര സർക്കാർ കാണിച്ചത്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം മുൻകൂറായി കൊടുത്തതാണോ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത കുറ്റം? നിങ്ങൾ കഴിഞ്ഞ 13-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു മാസം പോലും ആയിട്ടില്ല. അത് പരിശോധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം. ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ് സംസ്ഥാന സർക്കാരാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 5 നയാ പൈസയുടെ സഹായം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അവരുടെ പരാജയത്തിന് ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ മെക്സവനുമായി ബന്ധപ്പെട്ട നിലപാട് ഈ CPM ജില്ലാ സെക്രട്ടറി മയപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇങ്ങനൊരു വിഷയം എടുത്തിട്ടത്. അതെ, അല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവനയ്ക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവെന്താണെന്ന് പറയണം. രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് ഉപോത്ബലകമായി എന്ത് വസ്തുതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്, ഇത് രണ്ടും അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം മുമ്പോട്ട് വെച്ചത്. സ്വാഭാവികമായും അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറി കാര്യം പറയുമ്പോൾ അത് വെറുതെ പറയില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആരും ഇവിടെ വ്യായാമം നടത്തേണ്ടതും എതിരല്ല. വ്യായാമമൊക്കെ നാട്ടിൽ ധാരാളമുണ്ട്, അതൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഒരു സ്ഥലത്തല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരു ചെയിനായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ഒരു കായിക പരിശീലനത്തിന് ഒരു ചെയിനായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ മുൻവിധിയോടുകൂടി ഒന്നും പറയുന്നില്ല. പക്ഷേ അത് പരിശോധിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ഇങ്ങനെ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM വ്യക്തമാക്കേണ്ടത് രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് കാരണമെന്താണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യത്തെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്, രണ്ടാമത്തെ പ്രസ്താവന ഉണ്ട്. ഈ മലക്കം മറിച്ചിലിൻ്റെ കാരണമെന്താണ് എന്ന് വ്യക്തമാക്കാൻ CPM-ആണ് തയ്യാറാകേണ്ടത്. മുൻപ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് ബാജൻ ഇന്നൊരു പ്രതികരണം ഇതിന് നടത്തിയിട്ടുണ്ട്. അതായത് BJP ഇതിനെ വർഗീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് ഏശാത്തത് കൊണ്ട് CPM അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. അത് കോൺഗ്രസിൻ്റെ നിലപാടാണോ? കോൺഗ്രസിൻ്റെ നിലപാടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ഒരാളേക്ക് നിലവിൽ കോൺഗ്രസിൽ എന്തെങ്കിലും ചുമതലയുള്ളതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പ്രസ്താവനയ്ക്ക് ഞാനെന്തിനാ മറുപടി പറയുന്നത്? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രസ്താവനയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഈ BJP എന്താണ് ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? കാരണം ഇതൊരു കൂട്ടായ്മയായിട്ട് വളരുന്നു, മലബാറിൽ വ്യാപകമാവുന്നു, ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്നുള്ളത് അവർ തന്നെ മുൻനിർത്തി പറയുന്നുണ്ട്. ഈ കൂട്ടായ്മയിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. BJP ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളൊരു പ്രശ്നവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നം പറയും CPM അല്ലേ? CPM ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരു മുൻവിധിയോടുകൂടി പറയുന്നില്ലല്ലോ. ഒരു വ്യായാമം നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. വ്യായാമത്തിൽ വരുന്ന ആളുകളുടെ ജാതി
ഇല്ല, ഏത് മതവിഭാഗമാണോ ഏത് ജാതിയാണോ എന്നൊന്നും നോക്കുന്നില്ല. പക്ഷേ ആ വ്യായാമ കൂട്ടായ്മക്ക് ചെയിനായി ഒരു സംവിധാനം ഉണ്ടാകുന്നു, അതിൻ്റെ ശൃംഖലകൾ ഉണ്ടാകുന്നു, പല സ്ഥലത്ത് വ്യാപിക്കുന്നു. അതിനെന്തെങ്കിലും യോജിപ്പുണ്ടോ, അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ, അത് പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതെല്ലാം കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ഗൗരവമാർക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണമില്ല അദ്ദേഹം പറയില്ലല്ലോ. അപ്പോൾ അത് ഗൗരവമുള്ളതാണ്, അത് പരിശോധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പരിശോധിക്കുന്ന എന്താ കുഴപ്പം? അല്ലാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ഒന്നും പറയുന്നില്ലല്ലോ. ഈ BJP-യുടെ നേതൃമാറ്റത്തിനുള്ള എന്തെങ്കിലും സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ടോ? മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൂത്ത് അടിസ്ഥാനത്തിൽ തുടങ്ങി. അല്ലാതെ പ്രസിഡന്റ് വരെ എത്തുമോ? അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തും. കേരളത്തിലെ ഒരു മാറ്റം അല്ല, അഖിലേന്ത്യാ പ്രസിഡന്റ് താഴെയല്ലേ എല്ലാം. അഖിലേന്ത്യാ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ഞങ്ങൾ പുനഃക്രമീകരിക്കും. അതിലെല്ലാം ഉൾപ്പെടും. പിന്നെ അത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ വനഭേദഗതി നിയമയുടെ ഒരു കരട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ താമരശ്ശേരി ബിഷപ്പും തലശ്ശേരി ബിഷപ്പൊക്കെ അതിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട്. BJP-യുടെ നിലപാട് എന്താണ്? നിയമം പിൻവലിക്കണമെന്നാണ്? അല്ല, കൺസേൺഡ് വ്യക്തികളുടെ ആശങ്ക അവരുമായി ചർച്ചയിലൂടെ പരിഹരിക്കണം. കാരണം ഇത് ഒരേ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ വനം സംരക്ഷിക്കണം, അതേ സമയത്ത് പല വർഷങ്ങളായിട്ട് ആ ഭൂമിയിൽ താമസിക്കുന്ന കൃഷി നടത്തുന്ന ആളുകളുടെ താല്പര്യമുണ്ട്. ഇത് രണ്ടും സംരക്ഷിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഉയർത്തുന്ന ആശങ്ക അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. ഏത് തലത്തിലും സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ മതി, സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിൽ മുൻവിധിയൊന്നുമില്ല. ഞങ്ങൾക്ക് മെക്കിനോട് എന്തോ വിരോധമുള്ളതായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു വിരോധമില്ല. ആൾക്കെല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാർ അഗ്നിശമന സേനാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നൊരു വ്യായാമം നടത്തിയിരുന്നു. ആ വ്യായാമം നടത്തിയ ആളുകളൊക്കെ ഇപ്പോൾ തിഹാർ ജയിലാണ്. ഇനി ഈ വ്യായാമത്തിന് പോകുന്ന ആളുകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. BJP നേതാവ് MT രമേശാണ് മാധ്യമങ്ങളെ കണ്ടത്. നിരവധി വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിലേറ്റവും പ്രധാനം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ പൈസ